ഹായ്. ഇങ്ങനെ രാത്രി ചായയും ബിസ്ക്കറ്റെല്ലാം തിന്നുമ്പോൾ വിചാരിക്കുന്നു പോയിട്ട് മാഗിയും മുട്ടയെല്ലാം ആക്കി തിന്നാലോ. മനുഷ്യൻ്റെ ഓരോ ആഗ്രഹങ്ങളെ ഞാനെല്ല ആഗ്രഹത്തിൻ്റെ പുറത്തല്ല ജീവിക്കുന്നു. അങ്ങനെ ഇവിടെ എവിടെയും മാഗിയും മുട്ടയും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അലയുന്നു. ഇപ്പോൾ സമയം 1 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പെല്ലാം അടച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ആയതുകൊണ്ട് തന്നെ സെപ്റ്റോ ഉണ്ടല്ലോ, അത് മറന്നും ചെയ്തു. അപ്പോൾ സെപ്റ്റയിൽ നിന്ന് ഓർഡർ ആക്കി 5 മിനിറ്റ് കൊണ്ട് സാധനം കൈമ കിട്ടുമല്ലോ. അങ്ങനെ ഓർഡർ ആക്കുമ്പോഴത്തേക്കുണ്ട് 5 മിനിറ്റ് ശേഷം അവർ വിളിക്കുന്നുണ്ട് സാധനം ഹോസ്റ്റലിലെത്തിയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോട്ടാണ്. അപ്പോൾ സാധനം കൈമ കിട്ടിയിട്ടുണ്ട്. 6 മുട്ടയും ഒരു മാഗിയും ഓർഡർ ആക്കി. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആവുന്നു. ഇപ്പോൾ സമയം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പാത്രം എടുക്കണം. എല്ലാവരും ഉറങ്ങിയിട്ട് 2 ഉറക്കം ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പാത്രം കഴുകണം, പിന്നെ ഗ്യാസ് കത്തിക്കണം. ഫുൾ ചടങ്ങാണല്ലോ. അപ്പോൾ ഗ്യാസ് കത്തിക്കാൻ അപ്പോൾ പാത്രം കഴുകിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വാമാവാൻ വേണ്ടി നിൽക്കുകയാണ് പാത്രമെല്ലാം. അപ്പോൾ മുട്ടയിലെടുത്ത് പുറത്ത് വെച്ച് മാഗിയെല്ലാം പൊട്ടിക്കുകയാണ്. അപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ട എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി മാഗി സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഓംലേറ്റ് അടിക്കണം. അങ്ങനെ മാഗി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു, പടേ. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കണമല്ലോ. ടേസ്റ്റ് പറയാനുണ്ടല്ലോ, നമ്മൾ സ്വന്തമാക്കിയിട്ട് നിന്നുള്ള വൈബ് വേറെ തന്നെയല്ലേ. അപ്പോൾ രാത്രി 12 മണിക്ക് ഇപ്പോൾ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ ആദ്യം സെറ്റായാനെ. നേരത്തെ ചായ കുടിച്ച് വെച്ചതേ ഇല്ലൂ. ഇവനാര് അപ്പോഴത്തേക്ക് പ്രൊഫഷൻ തന്നെ. അപ്പോൾ രണ്ടാമത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീർന്ന വഴി അറിഞ്ഞിട്ടാണ്.